Hi friends, reshzideasന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന ഒരു സ്പെഷ്യൽ കേക്കാണ് റവ കൊണ്ടൊരു സ്പെഷ്യൽ കേക്ക്. ഇതിൽ നമ്മൾ മുട്ടയോ മൈദയോ എണ്ണയോ പഞ്ചസാരയോ ഒന്നും ഉപയോഗിക്കുന്നില്ല. ഇതൊന്നും ഉപയോഗിക്കാതെ നല്ല ടേസ്റ്റ് ഉള്ള ഒരു കേക്ക് നമുക്ക് തയ്യാറാക്കാം. സോ കീപ് വാച്ചിങ്. ഹോപ്പ് യു ലൈക്ക് ഇറ്റ്. അപ്പോൾ സ്പെഷ്യൽ റവ കേക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് പാൽ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്യുന്നത് 1.5 ടേബിൾ സ്പൂൺ നെയ്യാണ് ആഡ് ചെയ്യുന്നത്. ഇനി നമുക്ക് മധുരത്തിന് വേണ്ടി നമ്മൾ പഞ്ചസാര യൂസ് ചെയ്യുന്നില്ല. അതിന് പകരം 1 കപ്പ് നമ്മൾ ശർക്കരയാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ 1 കപ്പ് ശർക്കരയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതൊന്ന് നമ്മൾ മിക്സിയിലിട്ടതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മൾ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്യുന്നത് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള റവയാണ്. 2 കപ്പ് റവ ഇപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് റോസ്റ്റഡ് ആയാലും സാധാ റവ ആയാലും പ്രശ്നമില്ല, ഏതായാലും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിലോട്ട് നമുക്ക് 1 കപ്പ് തൈര് ആഡ് ചെയ്ത് കൊടുക്കാം. അധികം പുളിയില്ലാത്ത തൈര് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇനി നമ്മുടെ കേക്കിൻ്റെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നമുക്ക് ഏലക്ക ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1/2 ടീസ്പൂൺ ചതച്ച ഏലക്ക ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് വാനില എസൻസ് ആണ് ഇഷ്ടമെങ്കിൽ അത് ആഡ് ചെയ്യാം. നമ്മുടെ ഇഷ്ടം അനുസരിച്ചിട്ട് ഏത് ഫ്ലേവർ വേണോ നമുക്ക് കൊടുക്കാവുന്നതാണ്. ഇനി 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് കിട്ടുന്നത്. ഞാൻ വേറെ പാലോ ഒന്നും ഇതിൽ പിന്നെ ആഡ് ചെയ്തിട്ടില്ല. ഇനി നമുക്ക് ബേക്കിംഗ് ട്രേ ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിലോട്ട് കുറച്ച് നെയ്യ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ഞാൻ ഇതിൽ കുറച്ചൊരു നമ്മുടെ ഗോതമ്പ് മാവ് ഇട്ടിട്ട് ഒന്ന് മൊത്തത്തിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ കേക്ക് ഇതിന് പെട്ടെന്ന് വിട്ട് കിട്ടും നമുക്ക്. ഇനി നമുക്കിതിലോട്ട് നമ്മുടെ ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിലുള്ള എയർ ബബിൾസ് ഒക്കെ ഒന്ന് പോയി കിട്ടും. ഇനി നമുക്ക് നമ്മുടെ കേക്ക് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് കേക്ക് ബേക്ക് ചെയ്യാൻ പോകുന്നത് പ്രഷർ കുക്കറാണ്. ഇത് പ്രീ ഹീറ്റ് ചെയ്തതാണ്. അതിൻ്റെ വെയിറ്റ് മാറ്റിയതിന് ശേഷം ലോ ഫ്ലെയിമിൽ ഒരു 20 മിനിറ്റ്സ് പ്രീ ഹീറ്റ് ചെയ്ത പ്രഷർ കുക്കറാണ്. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മുടെ കേക്ക് വെച്ച് കൊടുക്കാം. കേക്ക് വെച്ചതിന് ശേഷം നമ്മൾ ഏകദേശം ഒരു 60 മിനിറ്റെങ്കിലും 1 മണിക്കൂറെങ്കിലും നമ്മൾ വേവിക്കുക. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടതിന് ശേഷം അടച്ചു വെച്ച് വേവിക്കുക. ശ്രദ്ധിക്കുക, അതിൻ്റെ വെയിറ്റ് ഇടരുത്, അല്ലാതെ വേണം നമ്മൾ വേവിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു 60 മിനിറ്റ്സ് ഇതൊന്ന് വേവിച്ചെടുക്കുക. ലോയിൽ അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിലാണ് ഞാൻ ചെയ്തത്. മീഡിയം ഫ്ലെയിമിൽ ചെയ്തപ്പോൾ ഏകദേശം ഒരു 60 മിനിറ്റ് നമുക്ക് വേണ്ടി വന്നു. ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കേക്ക് നമുക്കൊന്ന് വെന്തോന്ന് നോക്കാം. ഇതുപോലെ ടൂത്ത് പിക്ക് വെച്ചിട്ട് ഒന്ന് ഇതുപോലെ കുത്തി നോക്കുക. കണ്ടോ? അപ്പോൾ നമ്മുടെ ടൂത്ത് പിക്കിൽ അധികം ഒന്നും പറ്റി പിടിച്ചിട്ടില്ല. പിന്നെ നമ്മൾ മറ്റുള്ള കേക്ക് പോലെ കംപ്ലീറ്റ്ലി ക്ലീൻ ആയിട്ട് നമുക്ക് കിട്ടില്ല. കാരണം ഇത് നമ്മൾ റവ കൊണ്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഇനി നമുക്കിത് പുറത്തെടുത്തൊന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം. അപ്പോൾ കേക്ക് ഇപ്പോൾ തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ ഇതുപോലെ ഒരു പ്ലേറ്റിൽ വെച്ചിട്ട് നമുക്ക് കമഴ്ത്തി എടുത്താൽ മതി, പെട്ടെന്ന് കിട്ടും. അപ്പോൾ ഇതുപോലെ ഒന്ന് കമഴ്ത്തി വെച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് തട്ടി കൊടുക്കുക. തട്ടി കൊടുത്തതിന് ശേഷം നല്ല ഈസി ആയിട്ട് നമ്മുടെ കേക്ക് വിട്ടുപോരും. കണ്ടോ? നന്നായിട്ട് നല്ല ഈസി ആയിട്ട് നല്ല അടിപൊളിയായിട്ട് നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കേക്കിൻ്റെ മുകളിൽ കുറച്ച് ബദാം ഒന്ന് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ട് ഒന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം. നിങ്ങളുടെ ഇഷ്ടം പോലെ, നിങ്ങൾക്ക് വേണമെങ്കിൽ കപ്പലണ്ടിയോ കാഷ്നട്ടോ എന്ത് വേണേൽ യൂസ് ചെയ്യാം. അത് നമ്മുടെ ഇഷ്ടമാണ്. അപ്പോൾ ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഇത് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആൻഡ് ഹെൽത്തി റവ കേക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. കണ്ടോ? ഇത് സോഫ്റ്റ് ആയിട്ടാണ് ഇത് കട്ടായി വരുന്നത്. ഒട്ടും തന്നെ ഹാർഡായിട്ടില്ല. അപ്പോൾ നിങ്ങളിത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് തന്നെ കമൻറ്റിലൂടെ മെയിലിലൂടെ അറിയിക്കുക. എന്തായാലും നിങ്ങൾക്കിത് ഇഷ്ടപ്പെടും. പ്രത്യേകിച്ച് എന്തെങ്കിലും വെയിറ്റ് ലോസിനൊക്കെ ശ്രമിക്കുന്നവർക്ക് ഇടയ്ക്കൊന്ന് കുറച്ച് മധുരം കഴിക്കാൻ തോന്നിയാൽ തീർച്ചയായിട്ടും ഇതുപോലെ കേക്ക് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ പ്രിയപ്പെട്ടവരുമായി ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. മറ്റൊരു അവസരത്തിൽ വേറൊരു വീഡിയോയുമായി കാണുന്നവരെ ടേക്ക് കെയർ. ബൈ.